അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ആനിവേഴ്സറി ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രെയിമുകളുടെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എഡിറ്റിങ് അറിയില്ല അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നവർക്ക് ഉള്ളൊരു വീഡിയോ ആണ്. കാരണം ഇതിൽ അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. പിന്നെ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ A4 സൈസിലുള്ള ഒരു ഫ്രെയിമാണ്. ഇതിലെടുത്തിട്ടുള്ള പ്രിൻറ്റ് ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ. നല്ല ഗ്ലോസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പ്രിൻറ്റ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാൾപേപ്പർ താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സാറ്റിൻ്റെ ക്ലോത്ത്, ദെൻ ഒരു ഫ്ലവർ ബഞ്ച്. എത്രയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹോം പേജിൽ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസ് കണ്ടോ, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഡിസൈനുകൾ ഫുള്ളായിട്ട് അതിൽ കാണാം. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല ഐഡിയാസ് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റോറീസ് ഇടാനുള്ള ഐഡിയാസ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, പിന്നെ പോസ്റ്റുകൾ, നല്ല നല്ല ഫ്രെയിമുകളൊക്കെ കാണാം ഇതിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ മൊബൈൽ വീഡിയോസ്, യൂട്യൂബിൻ്റെ തംബ്നെയിൽസ്, അതായത് മിനി വ്ളോഗ്, ഡെയിലി വ്ളോഗ്, ഫുഡ് വ്ളോഗ്, ഇതൊക്കെ ചെയ്യാനുള്ള തംബ്നെയിൽസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ബേസ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി വരുന്നത് ഫോട്ടോ കൊളേഷാണ്. അപ്പോൾ അതും നല്ല നല്ല ഡിസൈനിലുള്ളത് കാണാം. അപ്പോൾ നമുക്ക് എന്ത് സെലക്ട് ചെയ്തെടുത്താലും അതിലെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് ഒരു ഫ്രെയിം, ഒരു ഫോട്ടോ കൊളാഷിൻ്റെ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് നല്ല വലുതായിരുന്നു. അപ്പോൾ വൈറ്റ് ലവ് യുവർ സെൽഫ് പറയുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ താഴെയായിട്ട് നമുക്കതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ളത് വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് സ്റ്റാറിലെടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ പെട്ടെന്ന് ഹെൽപ്ഫുള്ളായിട്ട് അത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്, വൈറ്റ് ലവ് യുവർ സെൽഫ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി വരും. ഓക്കെ, ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രെയിം. അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി അതിൽ ആ ലെറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അത് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ ഗാലറിയിൽ നിന്ന് എടുത്തിടാം. അതുകൂടാതെ അപ്ലോഡ്സ് എന്ന് പറഞ്ഞതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കിട്ടും. അപ്പം ഞാനെപ്പോഴും അപ്ലോഡ്സ് വഴിയാണ് എടുക്കൽ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ അപ്ലോഡ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അതിൽ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇത് 2-3 പ്രാവശ്യം ട്യൂട്ടോറിയൽ എടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് തന്നെ ആ ഫോട്ടോസ് ഓൾറെഡി അവിടെ എടുക്കുന്നുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യാൻ നമ്മൾ റീസെൻറ്റിൽ പോവുക. നമ്മളെ ഫോട്ടോസ് എവിടെയാണോ എടുക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇമേജസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോ ഏത് ഫോൾഡറിലാണോ എടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഇമേജസിലാണെങ്കിൽ വാട്സപ്പ് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് അതിലേക്ക് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഒരു നീല ലൈൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ആഡ് ആക്കി കൊടുത്തു. ഇനി അടുത്തത് ചെയ്യുക, റീപ്ലേസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അടുത്ത ഫോട്ടോ ഇട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക, അപ്ലോഡ്സിൽ പോവുക, ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 ഫോട്ടോ അത് റെഡിയായി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വലിയ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഞങ്ങൾ തന്നെ നിൽക്കുന്ന ഒരു ഫോട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പിന്നെയും വേറൊരു ഫോട്ടോ ഇട്ട് നോക്കി, അതും ഇഷ്ടമായില്ല. അപ്പോൾ അതും ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബൊക്കെ പോലത്തെ ഒരു ഫ്ലവറാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതെനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തു. അതായത് സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറച്ചിടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ഒരു ഫ്ലവർ അതിൽ വന്നപ്പോൾ ഭംഗി തോന്നിയപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ വേർഡ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഞാൻ ഹാപ്പി ആനിവേഴ്സറി ഡിയർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് അത് എന്താണ് കോട്ട്, ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ ഇടാം, എന്താണ് സംഭവം, അല്ലെങ്കിൽ ഫോർ എവർ എന്താണോ നമ്മളെ കോട്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സൈസ് ഒന്ന്
വലുതാക്കി കൊടുക്കുന്നുണ്ട്. ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാവും. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി ഡിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ ഒന്ന് കളറ് എനിക്ക് ബ്ലാക്ക് വന്നപ്പോൾ അത് പെട്ടെന്നെടുത്ത് കാണാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, കളർ ഓപ്ഷൻ കൊടുക്കുക, വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ഒന്ന് എക്സ്പോസ് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ബ്ലറൊന്നും ചെയ്യണ്ട, എന്തെങ്കിലും കൂട്ടി കൊടുക്കാനുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കാം. ഓക്കെ, കളറ് നമുക്കിഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ വൈറ്റ് കൊടുത്തിന്നുള്ളൂ. റെഡ് ആണെങ്കിൽ റെഡ് കൊടുക്കാം, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ആയാലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് സൈസ് വലുതാക്കണമെങ്കിലോ ചെറുതാക്കണമെങ്കിലോ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ഞാൻ എലമെൻറ്റ്സിൽ ഒന്ന് കയറിയിട്ട് അത് ഫോട്ടോ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് താഴെ കിടക്കുന്ന ഫോട്ടോ ആയിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ ആ ഒരു ഫോട്ടോ ക്ലാരിറ്റി ആ കളറൊന്ന് വിൻറ്റേജ് സ്റ്റൈലിൽ ആക്കണമെങ്കിലൊക്കെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഡാർക്ക് തന്നെയാണ് കുറച്ചുകൂടെ ഭംഗി അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് സ്ക്വയറിലാണല്ലോ ഫോട്ടോ വന്നിട്ടുള്ളത്, അതിന് പകരം നമുക്ക് എലമെൻറ്റ്സിൽ പോവുക. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻറ്റ്സിൽ പോവുക, ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. ഫ്രെയിംസിൽ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോർഡർ സെലക്ട് ചെയ്യുക, ബോർഡർ ലൈൻസ് സെലക്ട് ചെയ്യുക. അത് ഫോട്ടോൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ആ ബ്ലാക്ക് വരുന്നേക്കാളും അതിലൊരു വിൻറ്റേജ് കളറായിരിക്കും ഭംഗിയും തോന്നിയപ്പോൾ ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറ് ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. രണ്ടാമത്തത് കോപ്പി ചെയ്ത് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലെയറിലേക്കും അത് വരുത്താം. അപ്പോൾ ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചെയ്തത്, ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്തു, ലെറ്റർ ഒന്ന് മാറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി മേലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് PDF പ്രിന്റ് ബെസ്റ്റ് ഫോർ പ്രിന്റിങ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്താലേ ക്ലിയർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ടത്, അങ്ങനെ ചെയ്താൽ മാത്രമേ ക്ലിയർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാലറിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് താഴേക്കുള്ള ആരോ കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാലറിക്ക് അത് സേവ് ആയി വരും. അപ്പോൾ ഇത് നെറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് എന്നെയാണ് ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെറ്റ് ഔട്ടാ. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡായി. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഗാലറിക്ക് സേവ് ചെയ്യണമെങ്കിൽ ആ ഡൗണിലേക്ക് ഒരു ആരോ ഇല്ലേ, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഗാലറിക്ക് അത് സേവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയിട്ടോ, കുറേ നേരം നിന്നിട്ടാണ് ഡൗൺലോഡ് ആയത്. അപ്പോൾ ഇത് നമ്മളെ ഗാലറിക്ക് ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ബാക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാൻവയിലെ ഹോം പേജ് വന്നിട്ടുണ്ട്. നമ്മളെ റീസെൻറ്റ് ഡിസൈൻസിൽ അത് കിടക്കുന്നുണ്ട്. മറ്റേ ഫോട്ടോ തന്നെയായിട്ടാണ് കിടക്കുന്നത്, പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകൾ ഇടാനായാലും തമ്പനെയിൽസ് ഇടാനായാലും ഇതുപോലെ തന്നെ എടുത്താൽ മതിയോ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തേത് നമ്മൾ ഓൾറെഡി പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ A4 ഫ്രെയിമിലേക്കല്ലേ വേണ്ടത്, അപ്പോൾ A4 സൈസ് പറഞ്ഞാൽ മതി. പക്ഷേ ഇങ്ങനെ പോസ്റ്റുകൾ എടുക്കുമ്പോൾ അത് A4 സൈസിലായിരിക്കില്ല ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, റീപ്ലേസ് ഓപ്ഷൻ കൊടുക്കുക, അപ്ലോഡ്സിൽ പോവുക. അപ്ലോഡ്സ് പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ അപ്ലോഡ്സ് എടുക്കുക. ഈ ഫോട്ടോ തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ രണ്ടാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്യുക, അതും ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ താഴെ കൊടുത്തിട്ടുള്ള കോട്ട് ജസ്റ്റ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഫോട്ടോൻ്റെ സാറ്റുറേഷൻ അല്ലെങ്കിൽ കളറ് ബ്രൈറ്റ്നസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഫ്ലവർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് എലമെൻറ്റ്സിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്ലവറോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഫ്ലവേഴ്സ് നടിച്ചു കൊടുത്ത് സെർച്ചിൽ ഫ്ലവേഴ്സ് നടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻറ്റേജിലുള്ള ഫ്ലവേഴ്സ് വരും, എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സും വരും. പിന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ യൂസ് ചെയ്ത ഫ്ലവേഴ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ ഇതുപോലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്
ഞാൻ അപ്പുറത്തെ സൈഡിലും വെക്കുന്നുണ്ട്. ഇത് ഞാൻ സേവ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇനി അത് നമുക്ക് എന്താണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, കാലിഗ്രഫി വേറെ സ്റ്റൈല് മാറ്റണമെങ്കിൽ സ്റ്റൈല് മാറ്റാം. ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്താണ് ബർത്ത്ഡേയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എന്താണ് നമ്മളെ കോട്ട് അത് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അത് തന്നെ ചെറുതാക്കിയിട്ട് വേറെ ഒരെണ്ണം കൂടെ അടുത്ത ഫോട്ടോൻ്റെ താഴെയും കൂടെ വെക്കണം എന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. അവിടെ നമ്മൾ കോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഡിറ്റിങ് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എഡിറ്റ് ചെയ്യുക. ഫ്രെയിം ഇതിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലല്ലേ, ഇത് A4 കാക്കുമ്പോൾ 4 സൈഡിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയേ കിട്ടുള്ളൂ. ഇത് ശരിക്കും സ്ക്വയർ ടൈപ്പിലുള്ള ഫ്രെയിമിലേക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദാ നമ്മൾ സേവ് ചെയ്ത പിക്ചർ ഗാലറിക്ക് സേവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.